ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12 പടികൾ ഒരു പെർഫെക്റ്റ് പാറ്റേണിൽ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്ക് പലപ്പോഴും പാറ്റേൺ ഓഫ് ലിവിങ് അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ടാണ് 12 സ്റ്റെപ്സിനെ കാണുക. സ്റ്റെപ്പ് 1, 2, 3 എന്നത് ട്രസ്റ്റ് ഗോഡ് എന്നതും, സ്റ്റെപ്പ് 4 to 11 എന്നത് ക്ലീൻ ഹൗസ് എന്ന സബ്ജക്റ്റും, സ്റ്റെപ്പ് 12 എന്നത് ഹെൽപ്പ് അതേഴ്സുമായിട്ടാണ് ഡോക്ടർ ബോബ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് മേജർ പോർഷൻ ഓഫ് ദ സ്റ്റെപ്സ്, അതായത് 4 മുതൽ 11 വരെയുള്ള സ്റ്റെപ്പുകളും നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അതുകൊണ്ട് തന്നെ 4ാമത്തെ പടി എന്ന് പറയുന്നത് ഒരു ക്ലീനപ്പ് ആക്ഷനാണ്. നമ്മുടെ ധാർമ്മിക നിലവാരം വിലയിരുത്തുക, അതായത് മോറൽ ഇൻവെൻട്രി എന്നാണ്. മോറൽ ഇൻവെൻട്രി എന്നല്ല, മോറൽ ഇൻവെൻട്രി എന്നാണ് 4ാമത്തെ പടിയിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറയുന്നത് ഒരു തെറാപ്പിയാണ്, അല്ലെങ്കിൽ നമുക്കറിയാം ഇതിനെ ഒരു ചികിത്സാ രീതി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. കാരണം മദ്യാസക്തിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാൾക്ക് തുടർച്ചയായിട്ട് ലോങ് ടൈം സോബറിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പടികൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ആ പടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് ദീർഘകാലം കുടിക്കാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ശാസ്ത്ര ലോകത്തിൽ നമ്മുടെ ഈ മോറൽ ഇൻവെൻട്രി എടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ എന്ന് പറയുന്നത് പുവർലി മോറൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. കാരണം ഒരു ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മോറൽ സൈഡ് മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് മാനസികമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു മാനസിക ആരോഗ്യം ലഭിക്കുന്നുള്ളൂ. നമ്മുടെ രോഗം അല്ലെങ്കിൽ മദ്യാസക്തി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ്. അതൊരു ഇമ്മോറൽ അല്ല. കെമിക്കലിൻ്റെ യൂസ് കൊണ്ട് ഒരാൾക്ക് സ്വമേധയാ സംഭവിച്ചു പോകുന്നതാണ് ആൽക്കഹോളിസം എന്നുള്ള രോഗം. മദ്യം എന്ന് പറയുന്ന കെമിക്കൽ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ അയാളിൽ സംഭവിച്ചു പോകുന്ന ഒരു രോഗമാണ് മദ്യാസക്തി എന്ന രോഗം. ആ രോഗത്തിന് 3-fold ഡിസീസ് എന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. കാരണം അത് ശരീരത്തെ ബാധിക്കുന്നുണ്ട്, മനസ്സിനെ ബാധിക്കുന്നുണ്ട്, ആത്മാവിനെ ബാധിക്കുന്നുണ്ട് എന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്. അപ്പോൾ ഒരു അഡിക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മദ്യാസക്തനായിട്ടുള്ള ഒരാളുടെ പ്രവൃത്തി കുറഞ്ഞ നിലയിലോ കൂടിയ നിലയിലോ ഇമ്മോറൽ ആയിരിക്കും എന്നുള്ളതാണ് പൊതുവെ ശാസ്ത്ര അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കണ്ടെത്തൽ. അങ്ങനെയുള്ള ഒരു മദ്യാസക്തൻ്റെ മോറൽ ഇൻവെൻട്രിയിലൂടെ അത് ആ ആത്മീയ രോഗത്തിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് 4ാം പടിയിൽ ചെയ്യുന്നത്. ഡിസീസ് അല്ലെങ്കിൽ നമ്മുടെ രോഗം അത് ഒരു പക്ഷേ നമ്മുടെ ശാരീരിക പ്രവൃത്തികൾ അല്ലെങ്കിൽ കെമിസ്ട്രി കൊണ്ട്, ശരീരത്തിൻ്റെ കെമിസ്ട്രി കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. ആൽക്കഹോളിക് എപ്പോഴും ഒരു പക്ഷേ നമ്മുടെ ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ കുടിക്കുന്നവരാകാം, നമ്മുടെ കുട്ടികളുടെ സ്കൂളിൽ പോകുമ്പോൾ കുടിക്കുന്നവരാകാം, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും കുടിക്കുന്നവരാകാം, അല്ലെങ്കിൽ വൈഫിനെ ഉപദ്രവിക്കുന്നവരാകാം. ഇങ്ങനെ അല്ലാത്തവരും അഡിക്റ്റ് ഉണ്ട്. ചില ആളുകൾ കുടിച്ചിട്ട് വെറുതെ കിടന്നുറങ്ങുന്നവരുണ്ട്. അവരൊരു ഭാര്യമാരോടോ അല്ലെങ്കിൽ മക്കളോടോ ഒരു അബ്യൂസീവ് വേർഡ്സ് ഒന്നും ഉപയോഗിക്കാതെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്ത ഒരു ഹസ്ബൻഡായിരിക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിലാണ് ഈ ആൽക്കഹോളിസത്തിന് അടിമയായിട്ടുള്ള ആളുകളുടെ പെരുമാറ്റം. അപ്പോൾ അയാൾക്കും ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ഒരു ധാർമ്മികതയുടെ ഒരു കണക്കെടുപ്പ് എടുക്കേണ്ടി വരും. ഇപ്പോൾ അയാൾ പറയാണ് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭാര്യ പറയും അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത ആ ഒരു ധാർമ്മികത അത് നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സ്വബോധത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സോബറായി കഴിയുമ്പോൾ നമ്മൾക്കൊരു ഗിൽട്ട് ഫീലിങ്ങിൽ എപ്പോഴും ജീവിക്കാൻ കഴിയുകയില്ല. ഡോക്ടർ ബോബ് തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെഡിക്കൽ കൺവെൻഷന് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും കുടിച്ചു. അത് അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിന് സോബറാകണമെങ്കിൽ അദ്ദേഹത്തിന് നീരസമുള്ളവരോട് ക്ഷമ ചോദിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം മറ്റുള്ളവരോട് അദ്ദേഹത്തിൻ്റെ സിറ്റിയിൽ, അക്രോൺ സിറ്റിയിൽ ആരോടൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരോടെല്ലാം പോയി ക്ഷമ പറയാനായിട്ട് അദ്ദേഹം തയ്യാറായി. നമുക്ക് നമ്മുടെ പാസ്റ്റിനെ അല്ലെങ്കിൽ നമ്മളുടെ ഭൂതകാലത്തെ മറക്കാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല അത് മറക്കാൻ സാധിക്കുന്നത്. അത് എപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ഗിൽറ്റി ഫീലിങ്ങിൽ നിന്ന് രക്ഷ നേടാനാണ് 4ാം പടി നമ്മളെ സഹായിക്കുന്നത്. ധാർമ്മിക നിലവാരം വിലയിരുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു വാക്കാണ്. അവിടെ വെച്ചാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നത്. അവിടെ നമുക്കറിയാം സെർച്ചിങ് എന്ന വാക്കുണ്ട്, കണ്ടുപിടിക്കുക.
അത് നമ്മൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്. നമ്മളിൽ ഉള്ള കുറവുകളെ അല്ലെങ്കിൽ നീരസങ്ങളെ, ഭയത്തെ, സെക്സിൻ്റെ പ്രശ്നങ്ങളെ എല്ലാം സ്വയം കണ്ടെത്തുകയാണ്. അതൊരു നമ്മൾ സ്വയം ചെയ്യുന്ന ഒരു കാര്യമാണ്. മറ്റൊരു വാക്കാണ് ഫിയർലെസ്, ഭയം കൂടാതെ. മോറൽ ഇൻവെൻട്രി എന്ന് പറയുന്നത് അത് ചിലപ്പോൾ റൈറ്റ് ആയിരിക്കാം, ശരിയായതും തെറ്റായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതുകയാണ്. പലപ്പോഴും 4-ാം പടിയിലെത്തുമ്പോൾ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കാറുണ്ട്. ചിലർ പറയും 90 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് പറയും, ചിലർ പറയും ഒരു വർഷം കൊണ്ട് ചെയ്താൽ മതി എന്ന് പറയും, ചിലർ പറയും 2 വർഷം കൊണ്ട് ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ പലതരം അഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിലൊക്കെ നമുക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ലോങ് ടൈം സോബറിറ്റി ഉണ്ടാകണമെങ്കിൽ ഈ 4-ാം പടിയിലൂടെയുള്ള ഒരു യാത്ര അദ്ദേഹം നടത്തേണ്ടതുണ്ട്. 4-ാം പടിയാണ് നമുക്ക് പെൻ ടു പേപ്പറിലേക്ക്, അല്ലെങ്കിൽ നമ്മളൊരു പേപ്പറും പേനയും എടുത്ത് എഴുതി തുടങ്ങുന്ന ആദ്യത്തെ പടി എന്ന് പറയുന്നത് 4-ാമത്തെ പടിയാണ്. അപ്പോൾ സ്റ്റെപ്പ് 4 വെച്ചാണ് നമ്മളൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് തയ്യാറാകുന്നത്. കാരണം നമുക്ക് എവിടേക്കാണ് നമ്മൾ മാറേണ്ടത് എന്നറിയില്ലെങ്കിൽ നമുക്ക് മാറാൻ സാധിക്കില്ല. അപ്പോൾ സ്റ്റെപ്പ് 4 ആണ് നമ്മൾ എവിടെയെല്ലാമാണ് മാറേണ്ടത് അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് തയ്യാറാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നത് സ്റ്റെപ്പ് 4 ആണ്. 1-ാമത്തെ പടിയിൽ മദ്യമാണ് നമ്മുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കി, നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു മാറ്റത്തിന് നമ്മളെ സഹായിക്കുന്നത് സ്റ്റെപ്പ് 4 ആണ്. സ്റ്റെപ്പ് 4 ആണ് നമ്മളെ ഇമോഷണൽ സോബറിറ്റിക്ക് നമ്മളെ സഹായിക്കുന്നത്. നമുക്കറിയാം, എയിലും എത്തുന്ന കുറേ ആളുകൾ അല്ലെങ്കിൽ ഒരു പറ്റം ആളുകൾ വീണ്ടും റിലാപ്സ് ആവുന്നതിനുള്ള കാരണം സ്റ്റെപ്പ് 1, 2, 3 കഴിഞ്ഞതിന് ശേഷം അവർ സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ടാണ്. സ്റ്റെപ്പ് 4 കയറി അത് നമ്മളെ തന്നെ കണ്ടുപിടിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മളുടെ സെൽഫിനെ കണ്ടുപിടിക്കാനുള്ള, പ്രശ്നങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഒരു നമ്മൾ പറയും യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്, മറ്റുള്ള ആളുകൾ എന്നെപ്പറ്റി പറയുന്ന ആളല്ല ഞാൻ, എന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ധൈര്യമില്ലാത്തവരാണ് വീണ്ടും വീഴ്ചയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. 4-ാമത്തെ പടിയിൽ കിടക്കുന്ന ഒരു അംഗം ഒരു അൺകംഫർട്ടബിൾ മൂഡിലായിരിക്കും. കാരണം ഇതെല്ലാം എഴുതുകയും ഇതെല്ലാം മറ്റൊരാളോട് പറയുകയൊക്കെ ചെയ്യണം. 4-ാമത്തെ പടി മുതൽ 5-ാമത്തെ പടിയിൽ മറ്റൊരാളോട് പറയണം, 4-ാമത്തെ പടി ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അദ്ദേഹം അവിടെ സ്റ്റക്കായിട്ട് നിൽക്കാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ ഒരു ഹാർഡ് വർക്കിന് ഒരാൾ തയ്യാറായെങ്കിൽ, ഒരു കഠിനാധ്വാനത്തിന് ഒരാൾ തയ്യാറായാൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. അപ്പോൾ നമ്മളുടെ റിസൻമെൻറ്റ്സിന്, നമ്മുടെ ഭയത്തിന്, നമ്മുടെ സെക്ഷൽ ബിഹേവിയറിന്, മറ്റുള്ളവരെ ദ്രോഹിക്കലിന് കാരണമായ കാരണങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് സംഭവിക്കുന്നത്. ചില സ്പോൺസേഴ്സ് നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരുടെയും പേരുകൾ എഴുതാൻ പറയാറുണ്ട്. അതൊരു പക്ഷേ ഒരാളിപ്പോൾ ഞാൻ 48 വയസ്സിലാണ് എയിൽ വരുന്നതെന്ന് വിചാരിക്കുക. അത്രയും കാലത്തെ പരിചയമുള്ള ഒരാളുടെ ലിസ്റ്റ് എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാടാണ്. പക്ഷേ ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിലെ ഫ്രണ്ട്സ്, സ്കൂൾ ഫ്രണ്ട്സ്, നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ പേരുകൾ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ദേഷ്യം തോന്നുന്ന, നീരസമുള്ള ഒരുപാട് പേരുടെ കാര്യങ്ങൾ എഴുതാനായിട്ട് ചില സ്പോൺസേഴ്സ് പറയാറുണ്ട്. ഈ പേഴ്സണൽ ഇൻവെൻട്രീന് നമ്മൾ ബിസിനസ് ഓണറായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, അവരൊരു പേപ്പറും പേനയും എടുത്തിട്ട് എന്തൊക്കെയാണ് ഡാമേജ് ആയിട്ടുള്ള ഐറ്റം ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് നല്ല ഐറ്റം ഉള്ളത്, എന്താണ് വാങ്ങി വെക്കേണ്ടതെന്നൊക്കെ ഒരു പേപ്പറും പേനയിലും എഴുതിയാൽ മാത്രമാണ് ഒരു ബിസിനസ് ഓണർക്ക് അത് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ പേഴ്സണൽ ഇൻവെൻട്രി എടുക്കുന്നതും. അങ്ങനെ പേപ്പറും പേനയും എടുത്ത് എഴുതുന്ന ഒരാൾക്കാണ് ഒരു സക്സസ്ഫുൾ ബിസിനസ് ഉണ്ടാകാൻ പറ്റുമെന്നാണ് ബിഗ് ബുക്ക് പറയുക. അപ്പോൾ ഒരു ബിസിനസ് ഓണറെ പോലെ തന്നെ നമ്മൾ നമ്മുടെ ഒരു പേഴ്സണൽ ഇൻവെൻട്രി ഹോണസ്റ്റ്ലി മോറൽ ഇൻവെൻട്രി എടുക്കാൻ പോവുകയാണ്. ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ധാർമ്മിക നിലവാരം പരിശോധിക്കുകയാണ്. പലപ്പോഴും നമ്മൾ വീണ്ടും കുടിക്കാൻ പോയിക്കൊണ്ടിരുന്നത് നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിങ്സ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നീരസങ്ങൾ, ഭയം, എനിക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മൾ കുടിക്കാൻ പോകുന്നത്. 4-ാമത്തെ പടിയിൽ നമ്മൾ മറ്റുള്ളവരുടെ ഇൻവെൻട്രി അല്ല, എൻ്റെ ഇൻവെൻട്രിയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എഴുതുവാണെങ്കിൽ ഷിബുവിൻ്റെ ഇൻവെൻട്രിയാണ് എടുക്കുക. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ് മറ്റുള്ളവരാണ് നമ്മുടെ ഈ നീരസത്തിനൊക്കെയുള്ള 100% കാരണമെങ്കിലും 10%, 20% നമ്മുടെ പാർട്ട് ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ ഈ 4-ാമത്തെ പടിയിലൂടെ ചെയ്യുക. പേജ് നമ്പർ 63 നമ്മൾ കണ്ടു, റിസെൻമെൻറ്റ് ഈസ് ദ നമ്പർ 1 ഒഫൻഡർ. വിദ്വേഷമാണ് പ്രധാന ശത്രു. അത് അമിത മദ്യപാന രോഗികളെ മറ്റെന്തിനേക്കാളും കൂടുതൽ നശിപ്പിക്കുന്നു. എല്ലാ ആത്മീയ രോഗങ്ങളുടെയും ആരംഭം അവിടെ നിന്നാണ്. കാരണം ഞങ്ങൾ ശാരീരികമായും മാനസികമായും മാത്രം രോഗമുള്ളവരായിരുന്നില്ല, മറിച്ച്
ആത്മീയമായ രോഗബാധയുള്ളവർ കൂടിയായിരുന്നു. ശാരീരികമായ ദുരിതം തരണം ചെയ്തപ്പോൾ നാം മാനസികമായും ശാരീരികമായും തളരുന്നു. വിദ്വേഷത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ അതൊക്കെ ഒരു കടലാസിൽ എഴുതുന്നു. ഞങ്ങൾക്ക് ദേഷ്യമുണ്ടായിരുന്ന ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും തത്വങ്ങളുടെയും പേരുകളുള്ള ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കി. എന്തുകൊണ്ടാണ് ഞങ്ങൾ കോപാകുലരായതെന്ന് ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിച്ചു. മിക്ക കാര്യങ്ങളിലും കാണപ്പെട്ടത് ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് തന്നെയുള്ള മതിപ്പും ഞങ്ങളുടെ പോക്കറ്റ് ബുക്കുകളും ഞങ്ങളുടെ ഉത്കർഷയും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളും സെക്സ് ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയോ ദ്രോഹിക്കപ്പെടുകയോ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വ്രണത ഹൃദയരായി, ഞങ്ങൾ ജ്വലിച്ചു കത്തുന്നവരായിരുന്നു. അപ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട് പോക്കറ്റ് ബുക്ക്. എന്താണ് ഈ പോക്കറ്റ് ബുക്ക്? ഈ പോക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷാണ്. അതായത് നമ്മുടെ ഈ ലേഡീസ് ബാഗൊക്കെ പോലെയുള്ള ഒരു ബുക്കാണ്. അപ്പോൾ അത് നമ്മുടെ പണം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സെക്യൂർ ആയിട്ടുള്ള പല കാര്യങ്ങളും സൂക്ഷിക്കുന്ന ഒരു ബാഗായിട്ടാണ് ഈ പോക്കറ്റ് ബുക്ക് എന്നുള്ള ഒരു നമുക്കറിയാം BW ഇംഗ്ലീഷിൽ പല അർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പോക്കറ്റ് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സ് എന്നുള്ള രീതിയിലാണ്. അതൊരു ഇംഗ്ലീഷ് സ്ലാങ് ആണ്. അപ്പോൾ അത് എല്ലാം അപ്പോൾ പോക്കറ്റ് ബുക്കുകളും ഞങ്ങളുടെ ഉത്കർഷയും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളും ഭീഷണിപ്പെടുത്തുകയോ ദ്രോഹിക്കപ്പെടുകയോ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വ്രണതകൃതരായി, ഞങ്ങൾ ജ്വലിച്ചു കത്തുന്നവരായിരുന്നു. ഞങ്ങളുടെ വിദ്വേഷ ലിസ്റ്റിൽ ഓരോ പേരിൻ്റെയും നേരെ ഞങ്ങൾ ഏൽക്കേണ്ടി വന്ന ദ്രോഹങ്ങൾ എഴുതി. ഞങ്ങളുടെ സ്വയം മതിപ്പോ സുരക്ഷയോ ഉത്കർഷയോ വ്യക്തിബന്ധങ്ങളോ ലൈംഗിക ബന്ധങ്ങളോ ആയിരുന്നു ഇതിനിടവരുത്തിയത് എന്നെഴുതി. 4ാമത്തെ പടിയിൽ നമ്മുടെ പഴയകാല വ്രണങ്ങളെ പാസ്റ്റ് വൂൺസിനെ ഹീൽ ചെയ്യിക്കുന്ന, സുഖപ്പെടുത്തുന്ന ഒരു പടിയാണ് സ്റ്റെപ്പ് 4.